മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കും എന്ന് വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം. ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് AI കൊണ്ട് ഇസ്ലാമിന്റെ കഥ കഴിക്കുന്ന പറഞ്ഞിട്ട് അവസാനം സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഈവൻ ഒരു നോൺ മുസ്ലിമിന് പോലും ഇവരുടെ കള്ളം പറയുന്ന, അത്രമേൽ വലിയ നുണ പറയുന്ന ഇവരോട് ഒരു സംവാദം നടത്താൻ ഒരു ചാറ്റ് GPT ഉണ്ടെങ്കിൽ, AI ഉണ്ടെങ്കിൽ സാധിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ അവസാനത്തെ കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. അവസാനം രാഹുൽ ഈശ്വർ, ഇയാള് ഈ ജിഹാദുൽ അക്ബറിനെ കുറിച്ച് വലിയ നുണകൾ പറഞ്ഞപ്പോ രാഹുൽ ഈശ്വർ നേരെ എന്ത് ചെയ്യാണ്, ലൈവായിട്ട് തന്നെ വീണ്ടും എനിക്ക് തോന്നുന്നത് പിന്നെ ആരിഫ് ഹുസൈൻ അത്രമേൽ വലിയ ഒരു പ്രയാസകരമായ ഒരു സാധനമായിട്ടുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. AI എന്ന് പറയുന്നത് എവിടെ പോയാലും പ്രശ്നമാണ്. ആരിഫ് ഹുസൈൻ സ്വന്തം ലൈവില് AI എടുത്തു, അവിടെ തീർന്നു. പിന്നെ രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ AI എടുത്തു, അവിടെ തീർന്നു. ഇപ്പൊ സംവാദത്തിന് പോയപ്പോ അവിടെയും AI. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പകരം ആർട്ടിഫിഷ്യൽ ഒരു മാറ്റേണ്ട പ്രശ്നമുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണ്ടി വരുന്നുള്ള കാര്യം വളരെ ഒബ്വിയസ് ആണ് ആരിഫിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രയും വലിയ തേലാണ് AI വന്നതിന് ശേഷം. ഇയാളുടെ തള്ളെന്താന്ന് ചോദിച്ചാല് പിന്നെ ഇന്റർനെറ്റ് വന്നാൽ, സോഷ്യൽ മീഡിയ വന്നാൽ, ശാസ്ത്രം വന്നാൽ ഇസ്ലാമൊക്കെ പൊളിയുന്നതായിരുന്നു. പക്ഷെ AI വന്നതോടുകൂടി ഈ നുണയന്മാർക്ക് ഒരു പിടിയും ഇല്ലാത്തൊരു അവസ്ഥയായി. ആരിഫ് ഹുസൈനോട് നുണ പറഞ്ഞു, രാഹുൽ ഈശ്വർ ലൈവായിട്ട് എന്ത് ചെയ്തു, അത് ചാറ്റ് GPT ഇട്ടു, തീർത്തു കൊടുത്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇന്ന് ചാറ്റ് GPT അടക്കമുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കത് ചെയ്യാം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എങ്ങനെയെങ്കിലും തെന്നി മാറി അദ്ദേഹം സമയമെടുത്ത് ജിഹാദ് അൽ അക്ബർ എങ്ങനെയാണ് മോശം, ജിഹാദ് അൽ അക്ബർ എന്ന് പറഞ്ഞാലും ആത്യന്തികമായി തെറ്റാന്ന് പറഞ്ഞു. ഞാൻ അത്രയും കോണ്ടെക്സ്റ്റ് ഇട്ടിട്ട് ചാറ്റ് GPT 4O 4O ആണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് 0303O ആണ് ഇഷ്ടം. പക്ഷേ ഞാൻ 4O എടുത്തിട്ട് ചോദിച്ചു, വാട്ട് ആർ ദി വേസ് ടു ഡു ജിഹാദ് അൽ അക്ബർ? രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, ഫൊണ്ടാപോളിന്റെ അഭിപ്രായമല്ല, ഖത്തർ ഫണ്ട് ചെയ്യുന്ന ഹാർവാർഡിന്റെ അഭിപ്രായമല്ല, അതിന്റെ ടെക്സ്റ്റിലും അതിന്റെ ചരിത്രത്തിലും. ഗ്രേറ്റർ ജിഹാദ് അൽ അക്ബർ എന്ന് പറയുന്നത് സെൽഫിനോട്, നഫ്സിനോട് ചെയ്യുന്ന ഇന്നർ സ്പിരിച്വൽ എഫേർട്ടാണ്. സ്വയം കൂടുതൽ മെച്ചപ്പെടാൻ, ഡിസിപ്ലിൻ ആകാൻ, എത്തിക്കലി ധാർമ്മികമായി നന്നാകാൻ വേണ്ടിയാണ്. ഇത് വയലൻസ് അല്ല, മോറലും സ്പിരിച്വലും ഇംപ്രൂവ്മെന്റ് ആണ്. വേ ടു പ്രാക്ടീസ് ജിഹാദ് അൽ അക്ബർ. കൺട്രോളിങ് ദ ഈഗോ, സ്വന്തമായിട്ട് അഹങ്കാരവും ഈഗോയും കൺട്രോൾ ചെയ്യുക. ഹ്യൂമിലിറ്റി ഉണ്ടാകുക, വിനയം ഉണ്ടാകുക, ആത്മനിയന്ത്രണം, സെൽഫ് റിസ്ട്രെയിൻ ഉണ്ടാകുക. റെക്കഗ്നൈസ് യുവർ ലോവർ ഡിസയേഴ്സ്, അതായത് നിങ്ങളിൽ താഴെയുള്ള ഡിസയേഴ്സ് ആയ ഗ്രീഡ്, ആങ്കർ, ജലസിയെ മനസ്സിലാക്കി മാറ്റുക. കൺസിസ്റ്റന്റ് സെൽഫ് പ്യൂരിഫിക്കേഷൻ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നെഗറ്റീവിനെ മാറ്റുക, കൂടുതൽ അറിയുക. ഓണസ്റ്റി, പേഷ്യൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, സിൻസിയറിറ്റി ഉണ്ടാക്കുക. എൻഗേജ് ഇൻ ഇൻട്രോസ്പെക്ഷൻ, അതിനെ വിളിക്കുന്നത് മുഹസബ എന്നാണ്, അതായത് ആത്മപരിശോധന, അത് ഡെയിലി ചെയ്യുക. ഇതൊക്കെ ഒരു സാധാരണ രീതിയിൽ ഒരു അമുസ്ലിം, ഈവൻ രാഹുൽ ഇപ്പൊ പോയതുപോലെ സാധാരണ രീതിയിൽ പോയിട്ട് സംവാദം നടത്തിയാൽ പൊതുവിൽ കിട്ടാത്തൊരു പോയിന്റ്സ് ആണ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി ജസ്റ്റ് എന്താണ് ജിഹാദുൽ അക്ബർ, അതുപോലെ തന്നെ ഒഫൻസീവ് ജിഹാദിന്റെ കണ്ടീഷൻസ് എന്താണ്, എപ്പോഴാണ് ഒഫൻസീവ് ജിഹാദ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ജസ്റ്റ് AI കൊടുക്കുന്നു, ആൻസർ കൊടുക്കുന്നു. ശരിക്കും ഈ AI വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട, നമ്മൾ പൊതുവെ AI വന്നാൽ പിന്നെ പല ജോലികൾ ഇല്ലാതാകും, ഭാവിയിൽ പല ജോലികൾക്കും പ്രശ്നങ്ങൾ സംഭവിക്കും, ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട്, കോപ്പി റൈറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, AI വന്നാൽ ഏറ്റവും ആദ്യം ഈ പറഞ്ഞ പോലെ വരുമാനം നിൽക്കാൻ പോകുന്നത് ഇമാതിരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾക്കായിരിക്കും, നുണ പറയുന്നവർക്കായിരിക്കും. കാരണം ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവര് സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് AI-നോടാണ്. അതിങ്ങനെ തുറന്ന് ഹ്യൂമിലിറ്റി ഉണ്ടാകുക, വിനയം ഉണ്ടാകുക, ആത്മനിയന്ത്രണം, സെൽഫ് റിസ്ട്രെയിൻ ഉണ്ടാകുക. റെക്കഗ്നൈസ് യുവർ ലോവർ ഡിസയേഴ്സ്, അതായത് നിങ്ങളിൽ താഴെയുള്ള ഡിസയേഴ്സ് ആയ ഗ്രീഡ്, ആങ്കർ, ജലസിയെ മനസ്സിലാക്കി മാറ്റുക. കൺസിസ്റ്റന്റ് സെൽഫ് പ്യൂരിഫിക്കേഷൻ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നെഗറ്റീവിനെ മാറ്റുക, കൂടുതൽ അറിയുക. ഓണസ്റ്റി, പേഷ്യൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, സിൻസിയറിറ്റി ഉണ്ടാക്കുക. എൻഗേജ് ഇൻ ഇൻട്രോസ്പെക്ഷൻ, അതിനെ വിളിക്കുന്നത് മുഹസബ എന്നാണ്, അതായത് ആത്മപരിശോധന, അത് ഡെയിലി ചെയ്യുക. സ്പിരിച്വൽ ഡിസിപ്ലിൻ എടുക്കുക, അറിവുണ്ടാക്കുക, ബാക്കിയുള്ളവരെ സെൽഫ്ലെസ്സി സേവിക്കുക. സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ, അതായത് ശക്തരോട്, മീൻസ് ഗവൺമെന്റുകളോടോ ആരാണെങ്കിലും അവരോട് സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ. ഹാർഡ്ഷിപ്സിലൂടെ പോവുക, റെഗുലർ ഡിപ്പെൻഡൻസ് ഉണ്ടാകുക. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ജിഹാദ് അൽ അക്ബർ. പുള്ളി പറഞ്ഞതല്ല, ഫാക്ച്വലി അത് തെറ്റാണ്. ഒരു ഫാക്ട് ചെക്ക് ചെയ്യുകയാണ്, ഫാക്ച്വലി അത് തെറ്റാണ്. അപ്പൊ നേരെ AI-ക്ക് കൊടുക്കുന്നു, മറുപടി പറയുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഫാക്ട് ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് കുറച്ചൊരു പ്രയാസം തന്നെയാണ്. ഇത് നാലാമത്തെ പ്ലിങ്ങലാണ് AI വന്നതിന് ശേഷം ആരിഫിന്റേത് എന്നുള്ളത്. വളരെ വ്യസന സമേതം ഇവിടെ കുറച്ചാൾക്കാർക്ക് പ്രയാസം ഉള്ളത് കൊണ്ട് പറയണം, ഞങ്ങളത് പരിഹസിക്കുന്നില്ല.
എന്ത് ചെയ്യാൻ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ വേദനിച്ച് അല്ലെങ്കിൽ വീണ് കിടക്കുന്നവനെ നോക്കി പരിഹസിക്കാൻ പാടില്ല എന്നുള്ളത് പൊതുവിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു എത്തിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും പരമാവധി പിടിച്ചു നിൽക്കുകയാണ്. ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പൊ ഏതായാലും വീണ്ടും AI പണി കൊടുത്തു എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി അവസാനം നമ്മൾ ഇത് ഈ ഒരു പിന്നെ ഡിബേറ്റ് അനാലിസിസ് അവസാനിപ്പിക്കുകയാണ്. അവസാനം ഇവർക്ക് വേണ്ട ഒരു ഉപദേശം കൂടി കൊടുത്തിട്ടാണ് രാഹുൽ അവസാനിപ്പിക്കുന്നത്. അതുകൂടി കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് ശരിയുടെ പാതയിൽ, ധർമ്മത്തിന്റെ പാതയിൽ പോണമെന്നാ. ഇതും കൂടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഖുറാനിലും പറഞ്ഞിരിക്കുന്നത്, ആ ദൈവം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ജസ്റ്റിസ്, ധർമ്മം, റൈറ്റിയസ്, ശരി, നന്മ തുടങ്ങിയ കാര്യങ്ങളാണ്. ആ നന്മ കാണാൻ കണ്ണുകളിലെ പകയും ഇസ്ലാമോഫോബിയയും ക്രോധം മാറ്റിയാൽ മതി. അത് നിങ്ങൾക്കും അറിയാൻ കഴിയും. ഇല്ലെങ്കിൽ ChatGPTയോടെങ്കിലും ചോദിച്ചാൽ മതി, ChatGPT നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോ അതാണ് ഇപ്പോഴത്തെ ഒരു ഓവറോൾ കൺക്ലൂഷൻ. അതാണ് അവസാനം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ChatGPTയോട് ചോദിച്ചാൽ, ഇവരാണ് ഇത് കൊണ്ടുവന്നത്, അവരോട് തന്നെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ AI-യോട് തന്നെ ചോദിച്ചാൽ മതി, തീർന്നു കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇനിവേ ഞാൻ ആദ്യം പറഞ്ഞ ആ 3 കൺക്ലൂഷനുകൾ ഇപ്പോൾ ഈ സംവാദം മൊത്തം ജസ്റ്റ് ഒന്ന് കണ്ട സ്ഥിതിക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവർ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭയങ്കരമായി ഇസ്ലാമിനെ തീർക്കാൻ പോകുന്നു, ഇന്റർനെറ്റ് വന്നു, സോഷ്യൽ മീഡിയ വന്നു, തീർക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ആളുകൾക്ക് ഇസ്ലാം പറയാൻ മടിയായിരിക്കും, മുസ്ലിമാണെന്ന് പറയാൻ അപകർഷത തോന്നും എന്നൊക്കെയുള്ള കുറെ ദിവാസ്വപ്നങ്ങൾ കണ്ടിട്ട് ഇതാ 2025 ആകുമ്പോൾ 30 ആകുമ്പോൾ ഇസ്ലാം അവസാനിക്കാൻ പോകുന്നു, ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സംഭവിച്ചത് പൊതുസമൂഹം തന്നെ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന, പൊതുസമൂഹം തന്നെ ഇസ്ലാമിന്റെ ടെർമിനോളജികളെ, ജിഹാദ് എന്ന് പറയുന്ന ടെർമിനോളജിയെ പോലും റെപ്രസെന്റ് ചെയ്യുന്ന, അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിലും വലിയ ഒരു ഹ്യൂമിലിയേഷൻ വരാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ മൊത്തം ഡിബേറ്റിന്റെ ഓവറോൾ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ഡാറ്റയാണ്, റിസർച്ചുകളാണ്, തെളിവുകളാണ്, അതേപോലെ തന്നെ ഖുർആനാണ്, ഹദീസാണ്. മറുഭാഗത്ത് തോന്നിയത് ഇങ്ങനെ പറയുക, എനിക്ക് റിസർച്ചുകളൊന്നും വേണ്ട, കുറച്ച് റൈറ്റ് വിങ്ങുകാർ ഉണ്ടാക്കി ഒരു പേപ്പർ ഉണ്ട്, ഒറ്റ പേപ്പർ ഉണ്ട് എന്റെ കയ്യിൽ, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കിന്റെ കുറെ തള്ളലുകൾ, ഇത് മാത്രം എന്നുള്ളതാണ് രണ്ട് ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തത് ഈ പറഞ്ഞതുപോലെ, ഈവൻ ഒരു തൊലിപ്പുറത്ത് ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് പോലും ഒരു AI ChatGPT വെറുതെ അവിടെ തുറന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കള്ളങ്ങളോട് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഇതിന്റെ ഒരു ഓവറോൾ ടേക്ക് അവേ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്